ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ മെർച്ചന്റ് ഷിപ്പിലും പാസഞ്ചർ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഈ ബ്ലോഗ് നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾക്കായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്ലോഗാണ് ഇന്നത്തെ ബ്ലോഗ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പനിയിൽ കണ്ട പോലെ തന്നെ ബാലാജി മെഡിക്കൽ സെന്റർ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സെന്റർ ഇൻ കൊച്ചി. മെർച്ചന്റ് ഷിപ്പിലും പാസഞ്ചർ ഷിപ്പിലും ഓയിൽ റിഗ് അങ്ങനെ ഓഫ്ഷോർ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള മെഡിക്കൽ എടുക്കുന്ന ഏക സ്ഥലമാണ് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ബാലാജി മെഡിക്കൽ സെന്റർ. എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾറെഡി അറിയാം. ഇങ്ങനെ പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്കാണ് ഞാൻ ഈ ബ്ലോഗ് ഓൾറെഡി ഷെയർ ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും പോയി എടുക്കുന്നത്. DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനമായിട്ടുള്ളത് ബാലാജി മെഡിക്കൽ സെന്റർ ആണ്. എല്ലാ ഷിപ്പിംഗ് കമ്പനികളും എല്ലാ പാസഞ്ചർ ഷിപ്പിലെയും അവർ റെഫർ ചെയ്യുന്നതും ബാലാജി മെഡിക്കൽ സെന്ററിൽ പോയിട്ട് എടുക്കാൻ തന്നെയാണ്. ഈ കാണുന്നതാണ് ബാലാജി മെഡിക്കൽ സെന്ററിന്റെ പുതിയ ബിൽഡിംഗ്. ഓൾറെഡി പഴയ ബിൽഡിങ്ങിൽ നിന്നും ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് അവിടെ റീച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വൈറ്റില ഭാഗത്ത് നിന്ന് വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ പുല്ലേപ്പിടി പാലം ഇറങ്ങിയതിനു ശേഷം റൈറ്റ് സൈഡ് എടുക്കുക. റൈറ്റ് സൈഡ് എടുത്തതിനു ശേഷം സ്ട്രെയിറ്റ് പോയതിനു ശേഷം ലെഫ്റ്റ് വളഞ്ഞ് നേരെ പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ബാലാജി മെഡിക്കൽ സെന്റർ എന്ന ബിൽഡിംഗ്. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ തന്നെയും സിമ്പിളായിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എത്താൻ സാധിക്കുന്നതാണ്. സെയിം തന്നെ ബസ്സിലാണെങ്കിൽ വരുന്നത് തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അവരുടെ ബസ് അവിടെ ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഇറങ്ങിയതിനു ശേഷം നടന്ന് ബാലാജി മെഡിക്കൽ സെന്ററിലേക്ക് എത്താനും സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് പല വേയിലൂടെ ബാലാജി മെഡിക്കൽ സെന്ററിലേക്ക് എത്താൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ വരാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ടെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പല കമ്പനികൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എടുത്തതിന് ശേഷം അവർ കമ്പനിയിലേക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്തതിനു ശേഷം അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് അവർ മെഡിക്കൽ തരികയുള്ളൂ. ചിലപ്പോൾ ഒരു 2 ദിവസം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില കമ്പനികളൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് അപ്രൂവ് കിട്ടുകയും ചെയ്യും, മെഡിക്കൽ നിങ്ങളുടെ കയ്യിൽ തരികയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ് ഒക്കെ വരുന്നത്. പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ടത് CDC ബുക്ക് ക്യാരി ചെയ്യുക, പാസ്പോർട്ട്, പിന്നെ ഒരു 3-4 ഫോട്ടോസ് ക്യാരി ചെയ്യേണ്ടി വരും. പിന്നെ ഓൾറെഡി അറിയാലോ, പെൻ എന്തായാലും ക്യാരി ചെയ്യണം. നമ്മളവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് റിസപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഏത് ഷിപ്പിലേക്കാണ് നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കേണ്ടത് അതിൻ്റെ ഫോം അവിടെ ഉണ്ടാവും. അതിൽ എഴുതി കൊടുത്തതിന് ശേഷം റിസപ്ഷനിൽ കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയതിന് സമയത്ത് അവിടെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അവർ നിങ്ങളുടെ BMI അവർ ചെക്ക് ചെയ്യും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം കുറച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. BMI കൂടുതലാണെങ്കിൽ അവർ എക്സ്ട്രാ ചിലപ്പോൾ ഒരു ഫീസ് അടയ്ക്കേണ്ടി വരും. അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ, അത് ഫസ്റ്റ് റൗണ്ട് ഓഫ് മെഡിക്കൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡോക്ടർ ചെക്കപ്പ്. ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നെർവസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കൂടും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ അപ്രൂവ് തരാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ അടുത്തത് വരുന്ന ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ടെസ്റ്റ്. ചെവിയുടെ 2 സൈഡിലും ഇയർ ടെസ്റ്റ് ചെക്ക് ചെയ്യും. അതൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് അവർ മ്യൂസിക് പ്ലേ ചെയ്യും. നമുക്ക് അത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന ചെക്കപ്പാണ് ആ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഐ ടെസ്റ്റ്. ബോർഡിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടി പറയും. അതാണ് ഐ ടെസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് ബ്ലഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് പിന്നെ വാക്സിനേഷൻ. ഒരു 3-4 വാക്സിൻ ഡിപ്പെൻഡ് ഓൺ കമ്പനി നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി എടുത്തവരാണെങ്കിൽ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2 വാക്സിനൊക്കെ ആയിരിക്കും വരുന്നത്. പുതിയത് എടുക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവരൊരു മാക്സിമം ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് തവണ പോയി എടുത്ത സമയത്ത് ഒരു 5 വാക്സിനാണ് നമ്മൾ ഓൾറെഡി ഇഞ്ചക്ട് ചെയ്തത്. ഇത് യെല്ലോ ഫീവർ കൂടാണ്ട് തന്നെ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന ചെക്കപ്പ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ ചെക്കപ്പൊക്കെയാണ് ലാസ്റ്റ് ഫൈനലി വരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മെഡിക്കൽ കൈ കിട്ടും. എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരു വലിയൊരു പേപ്പറാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് കിട്ടിയ മെഡിക്കൽ ഫുൾ റിപ്പോർട്ടാണ്. ഇത് സെയിം തന്നെ നമ്മുടെ കോവിഡ് വാക്സിനേഷൻ. ഇതാണ് ഇതിൻ്റെ സംഭവം. ഫുൾ മെഡിക്കൽ നമ്മൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെന്നൊക്കെ ചെക്കപ്പ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് എൻട്രൻസ് കിട്ടുകയുള്ളൂ. ഇത് ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തരുന്ന ഫോമാണ്. ഫുൾ ചെക്കപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും പേപ്പർ കാണാൻ സാധിക്കും. ഫുൾ ചെക്കപ്പിൻ്റെ റിപ്പോർട്ടാണ്. നമുക്ക് ഇത്രയും ഫയല് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണം.
PDF ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഡ്രൈവിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത് ഓൾറെഡി കമ്പനിയിലേക്ക് അവർ അയച്ചു കൊടുക്കും. കമ്പനി അപ്രൂവ് ആയാൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഈ ഫോം, അതായത് മെഡിക്കൽ റിപ്പോർട്ട് കൈ കിട്ടുകയുള്ളൂ. സോ ഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് മസ്റ്റായിട്ടും ഇതിൻ്റെ ഒറിജിനൽ കയ്യിൽ കയറണം. പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ഒരു ബില്ല് വരും. കമ്പനി ഷിപ്പിംഗ് കമ്പനി അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ലാസ്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 12,000 റുപ്പീസാണ് വന്നത് മെഡിക്കൽ എടുക്കാനായിട്ട്. സോ അതിൻ്റെ ബില്ല് കയ്യിൽ കരുതുക. ആ ബില്ല് കൊണ്ട് ഓൺ ബോർഡ് എത്തിയതിനു ശേഷം ക്രൂ പേഴ്സൺ, അതായത് അതിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഒരേ കൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ, നിങ്ങൾക്കിപ്പോൾ റുപ്പീസിലാണല്ലോ നിങ്ങൾ പേ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾക്ക് ഡോളറായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് അവർ കൈ തരും. മീൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ഇട്ട് തരും. ഇങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. സോ ശ്രദ്ധിക്കുക, മെയിനായിട്ടും എൻ്റെ ബില്ല് ഒറിജിനൽ മാത്രം കൊണ്ടുപോകുക. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ പ്രോസസ്സ് വരുന്നത് ബാലാജി മെഡിക്കൽ സെൻ്ററിൻ്റെ. പിന്നെ നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണോ മെഡിക്കൽ എടുക്കാൻ നോക്കുന്നത് ആ കമ്പനിയുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പല കമ്പനികളും പല രീതിക്കാണ് അവർ മെഡിക്കലിൻ്റെ അവരുടെ ഫോർമാറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ മുടക്കുന്ന പൈസ തീർച്ചയായും കിട്ടും. പക്ഷേ ഇത് പല ഡിപ്പാർട്ട്മെൻറ്റിലും പല ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എഞ്ചിനിലായതുകൊണ്ട് എനിക്ക് തീർച്ചയായും ആ പേയ്മെൻറ്റ് എനിക്ക് റീഫണ്ട് കിട്ടി. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ആ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടിരിക്കും പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടുന്നത്. സോ അതാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. മെഡിക്കലിൻ്റെ വാലിഡിറ്റി വരുന്നത് മാക്സിമം 2 ഇയർ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 9 മാസം 8 മാസം കോൺട്രാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം പോയിട്ട് ഇത് മെഡിക്കൽ പുതുക്കിയാൽ മതി. അത് ഗാലിയിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ്, ഗാലി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാ വർഷവും പോയിട്ട് അതിൻ്റെ റീഫ്രഷ് ചെയ്യേണ്ടതാണ്. ഓരോ പോസ്റ്റിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും മെഡിക്കലിൻ്റെ പ്രോസസ്സും മെഡിക്കൽ എടുക്കേണ്ട രീതിയും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്. ഫസ്റ്റ് ടൈം ഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ബാലാജി മെഡിക്കൽ സെൻ്ററിൽ തന്നെ പോയി എടുക്കുക. അതാണ് ഇപ്പോൾ എല്ലാ കമ്പനികളും ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഹയർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നിങ്ങൾക്ക് മെയിലായിരിക്കും ഈ സ്ഥലത്ത് പോയിട്ട് എടുക്കാനായിട്ട്. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രാവിലെ എത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു ഉച്ച സമയത്തൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഉച്ചക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരവും ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ലോങ്ങിൽ നിന്നൊക്കെ മാറ്റുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് വീട്ടിലായിട്ട് പോകാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഒരു ഡൗട്ടായിരിക്കും. ഭയങ്കര റേറ്റ് ആണ്, മറ്റേ നോർമൽ ഹോസ്പിറ്റലിനെക്കാട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഇത് ഡിജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയ സ്ഥലത്ത് മാത്രമേ മെഡിക്കൽ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. കമ്പനി ഓൾറെഡി നിങ്ങൾക്ക് മെയിൽ അയക്കും ഏത് സ്ഥലത്ത് പോയി എടുക്കാനായിട്ട്. ഞാൻ വർക്ക് ചെയ്തൊരു 3 കമ്പനിയിലും സെയിം അവർ ബാലാജി മെഡിക്കൽ സെൻ്ററിൽ പോയി എടുക്കാനാണ് അവർ റെഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ബ്ലോഗിലൂടെ ബാലാജി മെഡിക്കൽ സെൻ്റർ നിങ്ങളുടെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സ്ഥലത്ത് പോയി എടുക്കണമെന്ന്. സോ എല്ലാ സുഹൃത്തുക്കളും ഈ ബ്ലോഗ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈമിൽ കാണുന്നതായിരിക്കും. See you and bye bye. I don't think so.